ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൊരു മനോഹരമായൊരു കഥ വഴി ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഗ്രാമറും അതിൻ്റെ വാക്കുകളും വ്യാകരണവും എല്ലാം ഫ്രേസുകളും ഇഡിയംസും ഒക്കെ നമുക്കിവിടെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ആ ചെറിയൊരു കഥയാണത്, അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. Once upon a time there was a poor woodcutter. He lived near a forest. Every day he cut wood and sold it in the market. One day his axe fell into the river. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണ്? വൺസ് അപ്പോൺ എ ടൈം എന്നത് ഒരു കഥ തുടങ്ങാനുള്ള ഇപ്പം ഏത് രീതി നമ്മളിപ്പം ഒരിടത്തൊരിടത്ത് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ പറയില്ലേ മലയാളത്തിൽ, അതിന് പകരമായിട്ട് ഇംഗ്ലീഷിലൊരു കഥ തുടങ്ങാനുള്ള ഏറ്റവും നല്ലൊരു ഫ്രേസാണ് വൺസ് അപ്പോൺ എ ടൈം. എന്നിട്ട് പറയുന്ന ഒരിക്കൽ ഒരിടത്ത് there was a poor woodcutter. ഒരു ദരിദ്രനായ വൃക്ഷം മുറിക്കുന്ന മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. there was, ഇതെല്ലാം ഞാൻ ഓരോന്നും വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കൂ. he lived, അവൻ താമസിച്ചിരുന്നു. near, സമീപം. a forest, ഒരു കാട്ടിന് സമീപമാണ് അവൻ താമസിച്ചിരുന്നത്. എവ്രി ഡേ, എല്ലാ ദിവസവും. ഹി കട്ട് വുഡ്, അവൻ മരം മുറിക്കും. ആൻഡ് സോൾഡ് ഇറ്റ്, അവൻ വിറ്റിരുന്നു. ഇറ്റ് ഇൻ ദ മാർക്കറ്റ്, അവൻ ഓരോ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും മരം മുറിച്ച് മാർക്കറ്റിൽ വിറ്റിരുന്നു. വൺ ഡേ, ഒരു ദിവസം. ഹിസ് ആക്സ്, അവൻ്റെ മഴു ഫെൽ ഇൻ ടു ദ റിവർ, നദിയിലേക്ക് വീണു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ പുതിയ വേർഡുകൾ പഠിച്ചത് വുഡ് കട്ടർ, മരം മുറിക്കുന്നവെന്ന് പഠിച്ചു. അതുപോലെ ഫോറസ്റ്റ്, കാടാണെന്ന് പഠിച്ചു. ആക്സ്, മഴു. റിവർ, നദി. പൂവർ, ദരിദ്രൻ. ഈ വേർഡ്സൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇതിനോടൊപ്പം നമ്മൾ പ്രധാനപ്പെട്ട, ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആദ്യമായി പഠിക്കേണ്ട കാര്യമാണ് നൗൺസ്. നൗൺസ് എന്ന് പറഞ്ഞാൽ, നൗൺ എന്നത് ഏത് പേരായ വാചകങ്ങൾക്ക് നമുക്ക് നൗൺ എന്ന് പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് നൗണായിട്ട് കാണാൻ പറ്റുന്നത് വുഡ് കട്ടർ, മരം മുറിക്കുന്ന ആൾ. ആക്സ്, മഴു. ഫോറസ്റ്റ്, കാട്. റിവർ, നദി. ഇതെല്ലാം എന്താണ്? നാമശബ്ദങ്ങൾ അഥവാ നൗണുകളാണ്. അപ്പോൾ ഇതതിൻ്റെ ഗ്രാമറാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതായത് നൗൺ എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും നെയിമിങ് വേർഡ്സ് അല്ലെങ്കിൽ ഒരാളുടെ പേരായ ശബ്ദം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരായ ശബ്ദത്തിനാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കൂ, പിന്നെ ഇവിടെ വന്നത് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പം എ പൂവർ വുഡ് കട്ടർ. എ എന്ന് പറയുന്നത് ഇവരുടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതായത് വ്യക്തമായിട്ടൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ആരാണ് ഏത് വുഡ് കട്ടറാണെന്നൊന്നും. അതുകൊണ്ട് തന്നെ എ വുഡ് കട്ടർ. അപ്പം യൂസ് എ ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് കൺസണൻറ്റ് സൗണ്ട്. ഇങ്ങനെ ഒരു എന്ന മീനിങ്ങിൽ കൺസണൻറ്റ് സൗണ്ട്സിൽ വരുന്ന വേർഡുകൾക്ക് മുമ്പിൽ നമ്മൾ എന്തുപയോഗിക്കണം? എ എന്ന് ഉപയോഗിക്കണം. ഇപ്പം ഇവിടെ വുഡ് കട്ടറും ആക്സും ഒക്കെ എന്താണ്? പേരുകളാണല്ലോ. അപ്പം എ വുഡ് കട്ടറെന്നും ആൻ ആക്സ് എന്നും അല്ലെങ്കിൽ ഒരു ആക്സ് എന്നും ഒക്കെ പറയാനായിട്ട് നമുക്ക് എന്താണ് അവിടെ നമ്മൾ ആ എ എന്ന സൗണ്ട് അവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം നോക്കൂ, ഇവിടെ വന്ന ഗ്രാമർ എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കൂ. വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ പൂവർ വുഡ് കട്ടർ. ഹി ലിവ്ഡ് നിയർ എ ഫോറസ്റ്റ്. എവ്രി ഡേ ഹി കട്ട് വുഡ് ആൻഡ് സോൾഡ് ഇറ്റ് ഇൻ the market. One day his axe fell into the river. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്നത് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ദെയർ വാസ്, അവിടെയായിരുന്നു. ആര്? എ പൂവർ വുഡ് കട്ടർ, ഒരു പാവപ്പെട്ട മരമുറിക്കാരൻ. ഓക്കെ, വാസ് എന്ന് പറയുമ്പം ആയിരുന്നു. ഹി ലിവ്ഡ്, അവൻ താമസിച്ചിരുന്നു. എവിടെയാണ്? നിയർ, അടുത്ത്. എ ഫോറസ്റ്റ്, ഒരു കാടിനടുത്ത്. അപ്പം ലിവ്ഡ് നിയർ എന്ന് പറയുമ്പം അടുത്ത് താമസിച്ചിരുന്നു. എവറി ഡേ, എല്ലാ ദിവസവും. ഹി കട്ട് വുഡ്, അവൻ തടി മുറിച്ചു. ആൻഡ് സോൾഡ്, എന്നിട്ട് വിറ്റു. ഇറ്റ് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ. വൺ ഡേ ഹിസ് ആക്സ്, ഒരു ദിവസം അവൻ്റെ ആക്സ്. അവളുടേതാണെങ്കിലോ ഹെർ ആക്സ്. എൻ്റെ ആണെങ്കിലോ മൈ ആക്സ്. ഫെൽ, വീണു. ഇൻ ടു ദ റിവർ. ഇവിടെ നോക്കൂ, എവിടെയാണ്? റിവറിലേക്ക്. ഇൻ ടു എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വാസ് ആയിരുന്നു. ലിവ്ഡ്, താമസിച്ചു. കട്ട്, വിറ്റു, മുറിച്ചു.
സോൾഡ് വിറ്റു, ഫെൽ വീണു. അപ്പം ഇവിടെയൊക്കെ കഥ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പാസ്റ്റ് ഫോംസ് മാത്രമേ യൂസ് ചെയ്യാവൂ. ലിവിൻ്റെ പാസ്റ്റാണ് ലിവ്ഡ്, അതുപോലെ കട്ടിൻ്റെ പാസ്റ്റ് കട്ട് തന്നെയാണ്, സെല്ലിൻ്റെ പാസ്റ്റാണ് സോൾഡ്, അതുപോലെ ഫോളിൻ്റെ പാസ്റ്റാണ് ഫെല്ല്. അപ്പോൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കുക. കഥകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, അതെപ്പോഴും പാസ്റ്റ് ഫോമിലായിരിക്കണം. എല്ലാ പാസ്റ്റ് ഫോംസും മനസ്സിലാക്കുവാനും കൂടി ശ്രമിക്കാം. ഇനി നോക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. The woodcutter was very sad. He sat near the river and cried. Suddenly, an angel appeared. She asked, "Why are you crying?" നോക്കൂ, ഈ വുഡ് കട്ടർ, അതായത് ഈ മരം മുറിക്കുന്ന ആൾ, വാസ് വെരി സാഡ്, വളരെ ദുഃഖിതൻ ആയിരുന്നു. ഓസ് ആയിരുന്നു, സാഡ് ദുഃഖിതൻ, വളരെ ദുഃഖിതനായിരുന്നു. അവൻ സാറ്റ് ഇരുന്നു, നിയർ ദ റിവർ, റിവറിന് സമീപം, ആൻഡ് ക്രൈഡ് എന്നിട്ട് കരഞ്ഞു. സഡൻലി പെട്ടെന്ന്, ആൻ ഏഞ്ചൽ അപ്പിയേർഡ്, ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഷി ആസ്ഡ്, അവൾ ചോദിച്ചു, വൈ ആർ യു ക്രൈയിങ്, നീ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നോക്കൂ, ദ വുഡ് കട്ടർ വാസ് വെരി സാഡ്. വാസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കഴിഞ്ഞ രൂപത്തിലാണ്, അതായത് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളിലാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പം അവൻ ദുഃഖിതനാണ് എന്ന് പറയാൻ ഈസ് വെരി സാഡ്, ആയിരുന്നു എന്ന് പറയാൻ വാസ് വെരി സാഡ്. എന്നിട്ടോ ഹി സിറ്റ്സ് എന്നല്ല, സിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇരുന്നു എന്നാണ്. സാറ്റ്, സിറ്റിൻ്റെ പാസ്റ്റ് ടെൻസായ സാറ്റ് ആണ് പറയുന്നത്. ആൻഡ് ക്രൈഡ്, ക്രൈഡ് എന്ന് പറയുമ്പോൾ കരഞ്ഞു. ക്രൈഡിൻ്റെ ബേസ് വെർബ് എന്ന് പറയുന്നത് ക്രൈ ആണ്, കരയുക. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ക്രൈഡ്. എന്നിട്ടോ അവിടെ ഒരു ഏഞ്ചൽ അപ്പിയർ ചെയ്തു, ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ് എന്ന് പറയുന്നത് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്, അതായത് കഴിഞ്ഞ കാര്യമാണ്. ഷി ആസ്റ്റ്, അവൾ ചോദിച്ചു. ആസ്ക് എന്നുള്ളത് ബേസ് വെർബ്, ആസ്റ്റ് ചോദിച്ചു. വൈ ആർ യു ക്രൈയിങ്, നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനസ്സിലായോ? അതായത് R+ing വെർബ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം നീ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഗ്രാമർ ടിപ്പായിട്ട് പാസ്റ്റ് ടെൻസ് ആയ വാസ്, സാറ്റ്, ക്രൈഡ്, അപ്പിയേർഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രസൻറ്റ് ഫോം ഞാൻ പറഞ്ഞു. ഈസിൻ്റെ പാസ്റ്റാണ് വാസ്, സിറ്റിൻ്റെ പാസ്റ്റാണ് സാറ്റ്, ക്രൈ, ക്രൈഡ്, അപ്പിയേർഡ്. അപ്പം ഈ പാസ്റ്റ് ടെൻസാണ് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാനായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത് വാസ് ആയിരുന്നു, ക്രൈഡ് കരഞ്ഞു, അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്താലും, ഇപ്പം ഹി സാറ്റ് നിയർ ദ റിവർ, അവിടെ എച്ച് ക്യാപിറ്റൽ കണ്ടോ, അപ്പം അവൻ റിവറിനടുത്ത് ഇരുന്നു. അപ്പം സാറ്റ്, ഹി എന്നുള്ളത് ക്യാപിറ്റലായി, എച്ച് ക്യാപിറ്റലായി. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുന്നതായിട്ട് പറയുമ്പോൾ അവിടെ നമ്മൾ ഇൻവേർട്ടഡ് കോമ അല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്ക് കൊടുക്കണം. ആ വൈയുടെയും ക്രൈയിങ്ങിൻ്റെ അവിടെ നോക്കൂ, കൊട്ടേഷൻ മാർക്കും ക്വസ്റ്റ്യൻസും കൊടുത്തിരിക്കുന്നുണ്ടോ. അപ്പം ഇവിടെ ആ സെൻറ്റൻസസ് ഒന്നുകൂടെ നോക്കൂ. ദ വുഡ് കട്ടർ വാസ് വെരി സാഡ്. ഹി സാറ്റ് നിയർ ദ റിവർ ആൻഡ് ക്രൈഡ്. സഡൻലി ആൻ ഏഞ്ചൽ അപ്പിയേർഡ്. ഷി ആസ്ഡ്, വൈ ആർ യു ക്രൈയിങ്? അപ്പോൾ അവിടെ എന്തിനാണ് കരയുന്നതെന്ന് മാലാഖ ചോദിച്ചു, ഏഞ്ചൽ ചോദിച്ചു. അത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ആ ക്യാപിറ്റൽ ലെറ്റർ ശ്രദ്ധിക്കുക, എന്തെങ്കിലും പറയുമ്പോൾ ഇൻവേർട്ടഡ് കോമ ശ്രദ്ധിക്കുക, അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക, കൊട്ടേഷൻ മാർക്സ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കൂ. ദ വുഡ് കട്ടർ ടോൾഡ് ഹർ ദ ട്രൂത്ത്. ദ ഏഞ്ചൽ ഡൈവ്ഡ് ഇൻ ടു ദ റിവർ. ഷി ബ്രോട്ട് എ ഗോൾഡൻ ആക്സ്. Is this yours? She asked. No, said the woodcutter. Then she brought a silver axe. Is this yours? No, he replied. അപ്പോൾ വുഡ്കട്ടർ ടോൾഡ് പറഞ്ഞു. ഇപ്പോൾ ടോൾഡ് എന്നുള്ളത് ടെല്ലിൻ്റെ പാസ്റ്റാണ്. ഹെർ അവളോട്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഷീ, ഹെർ, ഹേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവളോട് ദ ട്രൂത്ത് എന്താണ്, സത്യം പറഞ്ഞു. അപ്പോൾ ഏഞ്ചൽ എന്ത് ചെയ്തു? ഏഞ്ചൽ ഡൈവ്ഡ് ഇൻ ടു ദ റിവർ, ഡൈവ് ചെയ്തു, റിവറിനകത്തേക്ക് ചാടി. ഓക്കെ, ഷി ബ്രോട്ട്, അവൾ കൊണ്ടുവന്നു. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. അതിൻ്റെ ബേസ് വെർബ് ബ്രിങ് ആണ്. അപ്പോൾ ബ്രിങ്, ബ്രോട്ട്. എ ഗോൾഡൻ ആക്സ്. എന്ത് ആക്സാണ് കൊണ്ടുവന്നത്? ഒരു സ്വർണ്ണമഴു കൊണ്ടുവന്നു.
ഈസ് ദിസ് യുവേഴ്സ്? അവിടെ നോക്കൂ, ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്സിലറി വേർബിലാണ്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓക്സിലറി വേർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസ് ദിസ് യുവേഴ്സ്? ഇത് നിൻ്റെയാണോ? ഷി ആസ്റ്റ്, അവൾ ചോദിച്ചു. നോ സെഡ് ദ വുഡ് കട്ടർ. സ്വെറ്റ് കട്ടർ പറഞ്ഞു അല്ല ഇതെൻ്റെ അല്ല. ദെൻ ഷി ബ്രോട്ട് എ സിൽവർ ആക്സ്. അപ്പോൾ അവൾ എന്ത് കൊണ്ടുവന്നു? ഒരു വെള്ളി മഴു കൊണ്ടുവന്നു. ഈസ് ദിസ് യുവേഴ്സ്? ഇത് നിൻ്റെയാണോ? നോ ഹി റിപ്ലൈഡ്. അപ്പോൾ അവൻ പറഞ്ഞു അല്ല ഇതും എൻ്റെ അല്ല. അപ്പം ആ മരമുറിക്കാരൻ പിന്നെ കാര്യം പറഞ്ഞപ്പോഴത്തേന് മാലാഖ നദിയിലേക്ക് കുതിക്കുകയാണ്. എന്നിട്ടൊരു പൊന്നിൻ്റെ സ്വർണത്തിൻ്റെ വാൾ കൊണ്ടുവന്നിട്ട് ഇത് നിൻ്റേതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല. വീണ്ടും ഒരു വെള്ളിയുടെ വാൾ കൊണ്ടുവന്നു, അത് നിൻ്റെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല. അപ്പം നോക്കൂ, അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ട്രൂത്ത് എന്താണ്? സത്യം. ഗോൾഡൻ, സ്വർണ്ണ നിറത്തിലുള്ളത്, ഗോൾഡ് വെച്ചിട്ടുള്ളത്, അതാണ് ഗോൾഡൻ. ആക്സ് മഴുവാണെന്നറിയാലോ, ഡൈവ്ഡ്, ചാടുക, ജംപ്ഡ് എന്നുള്ള രീതി, അതായത് വെള്ളത്തിലേക്ക് കുതിച്ച് ചാടത്തില്ല, അതിനാണ് ഡൈവ്ഡ്. റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ഇവിടെ ടോൾഡ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു. അതുപോലെ ഈസ് ദിസ് യുവേഴ്സ് എന്ന് ചോദിച്ചാൽ ഇത് നിൻ്റേതാണോ? അപ്പോൾ എന്താണ്, പിന്നെ ആദ്യം ഒരു സ്വർണ്ണമഴ കൊണ്ടുവന്നു, രണ്ടാമതൊരു വെള്ളിമഴ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ത് പറയുന്നു? അല്ല എന്ന് പറഞ്ഞു. അപ്പം നോക്കൂ, ഒന്നുകൂടെ നോക്കൂ. ദ വുഡ് കട്ടർ ടോൾഡ് ഹർ ദ ട്രൂത്ത്. ദ ഏഞ്ചൽ ഡൈവ്ഡ് ഇൻ ടു ദ റിവർ. ഷി ബോട്ട് എ ഗോൾഡൻ ആക്സ്. Is this yours? She asked. No, said the woodcutter. Then she brought a silver axe. Is this yours? No, he replied. അപ്പം അത്രയും മനസ്സിലായല്ലോ. അടുത്ത നോക്കൂ. Finally, she brought his iron axe. Yes, this is mine, he said happily. The angel was pleased. She gave him all 3 axes, gold, silver and iron, as a reward. അപ്പോൾ ഫൈനലി അവസാനം ഷീ ബ്രോട്ട് ഹിസ് അയൺ ആക്സ്. അവസാനം അവൾ അവൻ്റെ ഇരുമ്പിൻ്റെ മഴ കൊണ്ടുവന്നു. അപ്പോൾ അവൻ ചാടി പറഞ്ഞു യെസ് ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. മൈൻ മീ, നമ്മളിപ്പോൾ ഐ എന്ന് പറയുന്ന ഞാനിനകത്തുനിന്ന് വരുന്നതാണ്. മൈൻ എന്ന് പറയുമ്പോൾ എൻ്റേത്. ഹി സെഡ് ഹാപ്പിലി, ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ ഏഞ്ചലിന് വാസ് പ്ലീസ്ഡ് എന്ന് വെച്ചാൽ സന്തോഷമായി. ഷീ ഗേവ് എന്ന് പറയുന്നത് ഗിവിൻ്റെ പാസ്റ്റാണ്. ഗേവ് ഹിം ഓൾ 3 ആക്സസ്. ഈ 3 ആക്സും കൊടുത്തു, ഗോൾഡും സിൽവറും അയണും എല്ലാം കൊടുത്തു. എന്താണ്? ആസ് എ റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അപ്പം യഥാർത്ഥമായിട്ടുള്ള ആ ഇരുമ്പ് വാളുകൊണ്ട് അപ്പം സന്തോഷത്തോടെ ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏഞ്ചലിനും സന്തോഷമായി. അവൾ 3 വാളും അല്ലെങ്കിൽ മഴവും ആർക്ക് കൊടുത്തു? അവന് കൊടുത്തു. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഈ സ്റ്റോറിക്ക് ഒരു മോറലൂടെ നമുക്ക് പറയാം. അതായത് മോറൽ എന്ന് പറയുന്നത് എന്താണ്? ഓണസ്റ്റ് ഈസ് ഓൾവേസ് റിവാർഡഡ്. സത്യം എപ്പോഴും പ്രതിഫലാർഹമാണ്. സത്യത്തിന് എപ്പോഴും പ്രതിഫലം ലഭിക്കും. അപ്പം ഇനി നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റോറിക്കകത്ത്, സ്റ്റോറിയുടെ ഏറ്റവും അവസാനത്തെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫൈനലി ഷി ബ്രോട്ട് ഹിസ് അയൺ ആക്സ്. Yes, this is mine, he said happily. The angel was pleased. She gave him all 3 axes, gold, silver and iron, as a reward. അപ്പം ഈ യഥാർത്ഥമായ ഇരുമ്പോട് കൊണ്ടപ്പോൾ ഇതെൻ്റെതാണെന്ന് തുള്ളിച്ചാടിയപ്പം അവൾ എന്ത് ചെയ്തു? ഈ ആക്സുകളെല്ലാം ആ ഏഞ്ചല് ഇയാളിന് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ്? ഓണസ്റ്റ് ഈസ് ഓൾവേസ് റിവാർഡഡ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും മോറൽ സ്റ്റോറീസിൻ്റെ വായിക്കുമ്പോൾ അതിൻ്റെ മോറൽസ് മനസ്സിലാക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പറയാം, എൻ്റെ കൂടെ പറയാം, കുട്ടികൾക്കാണെങ്കിൽ എൻ്റെ കൂടെ പറയാം. ഐ ഓൾവേസ് ടെൽ ദ ട്രൂത്ത്. ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും നല്ല പോളിസി. ദിസ് ആക്സ് ഈസ് മൈൻ. ഷി ആസ്ക്ഡ്, ഈസ് ദിസ് യുവേഴ്സ്? ഇത് നിൻ്റെയാണോ? അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അപ്പം ഈ കഥ ഒന്നുകൂടി എൻ്റെ കൂടെ ഒന്ന് വായിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. Once upon a time there was a poor woodcutter. He lived near a forest. His axe fell into the river. An angel helped him.
അപ്പോൾ ഇത് നിങ്ങൾ അതിൻ്റെ അർത്ഥവും കൂടെ മനസ്സിലാക്കി ഓരോ വാചകവും ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഒരിക്കലൊരിടത്ത് ദെർ വാസ് എ പുവർ വുഡ് കട്ടർ, ഒരു പാവം മരമുറിക്കാരൻ ഉണ്ടായിരുന്നു. ഹി ലിവ്ഡ് നിയർ എ ഫോറസ്റ്റ്, അവനൊരു കാട്ടിനടുത്താണ് ജീവിച്ചിരുന്നത്. ഹിസ് ആക്സ് ഫെൽ ഇൻ ടു ദ റിവർ, അവൻ്റെ മഴു റിവറിൽ വീണു. ആര് ഹെൽപ്പ് ചെയ്തു? അൻ ഏഞ്ചൽ ഹെൽപ്ഡ് ഹിം. ഓക്കെ, അപ്പോൾ ഈ വരി വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഓരോ വാചകവും മനസ്സിലാക്കി വായിക്കാനും ശ്രമിക്കണം. അപ്പം നമ്മൾ ഇന്ന് ഒക്കെയാണ് പഠിച്ചത്? അവിടെ സ്റ്റോറി ഓണസ്റ്റ് വുഡ് കട്ടർ എന്നുള്ളൊരു സ്റ്റോറി പഠിച്ചു. മലയാളം വൊക്കാബുലറി ഉൾപ്പെടെ പഠിച്ചു. പിന്നെ പാസ്റ്റ് ടെൻസ് പഠിച്ചു. അതിനകത്ത് ആർട്ടിക്കിൾസ് ഏയും പഠിച്ചു. അതുപോലെ നൗൺസ്, നെയിമിങ് വേർഡ്സ് എന്ന് പറയുന്ന നൗൺസുകൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പങ്ക്ച്വേഷൻ റൂൾ പഠിപ്പിച്ചില്ലേ? ഡയറക്റ്റ് സ്പീച്ചിനകത്ത് വരുമ്പോൾ പങ്ക്ച്വേഷൻ മാർക്സ് കൊടുക്കുക. ഫ്രേസസ് ആൻഡ് ഇഡിയംസ്, അതുപോലെ ഈ ലിസണിൻ്റെ മോറൽസും പഠിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. പ്രാക്ടീസ് ദീസ് സെൻറ്റൻസസ് ഡെയിലി. ലിസൺ, റിപ്പീറ്റ് ആൻഡ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിന് ലൈക്ക് കൊടുക്കുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സെൻറ്റൻസുകളുടെ ഇംഗ്ലീഷ് കൂടി അവിടെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഈ പഠിച്ച എല്ലാ വാക്കുകളും വ്യാകരണവും പ്രയോഗവും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നല്ലതായിട്ട് കേൾക്കുക, വീണ്ടും ആവർത്തിക്കുക, കോൺഫിഡൻ്റായി സംസാരിക്കുക. Then like, share and subscribe for more useful classes. ഒപ്പം തന്നെ ഇപ്പം ഞാൻ ഈ പറയുന്ന സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഒന്ന്, സത്യം പറയുന്നത് എപ്പോഴും ഉത്തമമാണ്. സെക്കൻഡ്, അവൾ 3 മഴവും അവന് കൊടുത്തു. അവൾ 3 മഴവും അവന് കൊടുത്തു. ഇത് നിൻ്റേതാണോ? അടുത്തത് 4, അവൻ സത്യം പറഞ്ഞു. നെക്സ്റ്റ്, ഇത് എന്തിനാണ് നീ കരയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് നീ കരയുന്നത്? ഇത്രയും നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസായിട്ട് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഇനി പുതിയ കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.